തൃശൂരിൽ ശക്തമായ മഴയിലും കാറ്റിലും കോർപ്പറേഷന് മുന്നിൽ റോഡിലേക്ക് ഇരുമ്പ് മേൽക്കൂര മറിഞ്ഞു വീണു. തൃശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിന് മുന്നിൽ ഗതാഗതം സ്തംഭിച്ചു. മേൽക്കൂര മാറ്റാൻ ഫയർഫോഴ്സ് നടപടി തുടങ്ങി. ഹരീഷ് ഉണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഈ മേൽക്കൂര മാറ്റാനുള്ള നടപടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഹരീഷ്, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇപ്പോൾ ഈ മേൽക്കൂര മാറ്റാനുള്ള നടപടികളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഇന്ന് വൈകിട്ട് 4:45 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു കോർപ്പറേഷന് മുകളിലുള്ള അല്ലെങ്കിൽ റോഡിലേക്ക് ഒരു ഇരുമ്പ് മേൽക്കൂര മറിഞ്ഞു വീഴുന്നത്. ഈ മുനിസിപ്പൽ സ്റ്റാൻഡിന് മുന്നിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു അവസ്ഥയായിരുന്നു. നിലവിൽ ഈ ഒരു മേൽക്കൂര ഫയർഫോഴ്സ് എത്തി മാറ്റി ആ ഒരു ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം ആർക്കും ആളപായം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു പ്രധാന റോഡിലേക്കാണ് ഈ ഒരു മേൽക്കൂര മറഞ്ഞു വീണത്. മറ്റൊരു ആരോപണം, ഈ ഒരു മേൽക്കൂര കോർപ്പറേഷന്റെ മുകളിൽ നിന്നാണ് വീണത്. അത് നേരത്തെ തന്നെ വീഴാറായി നിൽക്കുന്ന ഒരു മേൽക്കൂരയായിരുന്നു. അത് കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അത് കൃത്യമായി ആ മെയിൻ റോഡിലേക്ക്, കോർപ്പറേഷന് മുന്നിൽ മെയിൻ റോഡിലേക്ക് തന്നെയാണ് മേൽക്കൂര വീണത്. എന്തോ ഭാഗ്യത്തിനാരും ആർക്കും ആളപായം സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ ഈ ഒരു ഫയർഫോഴ്സ് എത്തി ആ ഒരു മേൽക്കൂര അവിടുന്ന് നീക്കം ചെയ്തിട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നടക്കം ഇപ്പോൾ പ്രതിപക്ഷം അടക്കം, ഈ കോർപ്പറേഷൻ പ്രതിപക്ഷം അടക്കം ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. ഈ ഒരു മേൽക്കൂര നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് വീഴാറായി എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും അതിനുവേണ്ട നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്.